ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ലഭിച്ച അവസരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഓപ്ഷൻ ട്രേഡ് മാത്രമാണ്. കാരണം മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ യു എസിലും ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ നമുക്കിപ്പോൾ കഴിയില്ല. എങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ശനിയാഴ്ച നമ്മൾ പറഞ്ഞ വീഡിയോയിൽ 2 സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം ഒന്ന് പറയാം. നമ്മൾ പറഞ്ഞതിൽ ഒരു സ്റ്റോക്ക് BPCL ആയിരുന്നു, ഭാരത് പെട്രോൾ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ന് ഏകദേശം 350 മുകളിലാണ് നമ്മൾ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. 359 വരെ പോയി. മാർക്കറ്റിൻ്റെ ഇത്തരം സിറ്റുവേഷനിലും ഏകദേശം 2.5 പോയിന്റ് മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. സോ സ്റ്റിൽ അപ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റോക്ക് പിന്നെ നമ്മൾ പറഞ്ഞത് KPIT ടെക്നോളജി ആയിരുന്നു. വീഡിയോ കണ്ടവർക്കറിയാം. ഇത് ഏകദേശം 20 പോയിൻ്റാണ് ഇന്ന് പ്ലസിലേക്ക് വന്നിരിക്കുന്നത്. 2.3% ഈ ഒരു സ്റ്റോക്കിലും മാർക്കറ്റിൻ്റെ ഇത്തരം സിറ്റുവേഷനിൽ ഒരു മുന്നേറ്റം നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റോക്ക് എന്തായാലും തുടർച്ചയായിട്ട് ഇപ്പോഴും പോസിറ്റീവ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 സ്റ്റോക്കും നമ്മൾ യഥാസമയം ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാം. നിഫ്റ്റിയിൽ നമ്മൾ രാവിലെ തന്നെ നമുക്ക് മനസ്സിലായി 9.8 ഏകദേശം 30 പോയിന്റ് മൈനസിലാണ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ മേ ബി തിരിച്ച് കയറിയാൽ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഡൗൺ ആണ്. US വീണ്ടും ബാങ്കുകൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടെ 30 പോയിന്റല്ലേ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് ലെവൽ 17,145 ആണ്. അത് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു CE എടുക്കാമെന്നുള്ള ഒരു നിഗമനത്തിൽ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയതോടുകൂടെ താഴേക്കാണ് വരികയുണ്ടായത്. ഏകദേശം ഇതൊരു 3 മിനിറ്റ് ചാർട്ടാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് 3 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. സോ ആ സിംഗിൾ ക്യാൻഡിൽ നല്ല രീതിയിലൊന്ന് ഇറങ്ങി ഒരു കൺസൾട്ടേഷന് ശേഷം നമുക്ക് മനസ്സിലായി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇനി താഴോട്ടാണെന്നുള്ളത്. എങ്കിലും 17,000 എന്നുള്ള ലെവൽ ഇന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 16,991 17,000 ആ ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ CE അതെപ്പോൾ വേണമെങ്കിലും, അതല്ല 16,930 താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ. ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് ഫസ്റ്റ് ലെവൽ. അപ്പോൾ നമ്മൾ കരുതിയ പോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്ത് പോയ സമയത്ത് എൻട്രി എടുക്കുകയുണ്ടായി. അതിനുശേഷം ഒരു സിംഗിൾ ക്യാൻഡിൽ മുകളിലേക്ക് കയറി പതുക്കെ അതൊരു ബൗൺസ് ബാക്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ സമയത്തെല്ലാം നമ്മൾ ഹോൾഡിങ്സിൽ ധൈര്യമായിട്ട് വെച്ചു. കാരണം മൊത്തത്തിലൊരു ട്രെൻഡ് താഴോട്ടാണ്. പ്രത്യേകിച്ച് ഗ്ലോബൽ മാർക്കറ്റും എല്ലാ ന്യൂസും എല്ലാം കൊണ്ടും താഴോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്തു. ആക്ച്വലി ലോട്ട് നമുക്ക് ആഡ് ചെയ്യാം, പക്ഷേ അത് ചെയ്തില്ല. ഈ ഒരു സമയത്ത് ഹോൾഡ് ചെയ്തു. നമ്മുടെ എയിം താഴെ കാണില്ലേ, S2 ആ ലെവൽ വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ഇത് തിരിച്ചു വന്നിരിക്കുന്ന ADR എന്നാണ്. ADR പോയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എൻട്രി എടുക്കാനുള്ള കാരണം. നല്ലൊരു വീഴ്ച നമുക്ക് ലഭിക്കുകയുണ്ടായി. ഈ ഒരു സമയത്ത് നമ്മളവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുണ്ടായി. കറക്റ്റ് S2 വന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുണ്ടായി. ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തു, എക്സിറ്റ് ചെയ്തു എന്നുള്ള വിവരം. ഓക്കെ, നെക്സ്റ്റ് ലെവൽ 16,880 ആണ്. അത് ക്രോസ് ഡൗൺ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത അവസരം 16,880 എന്നുള്ളത് S2 ക്രോസ് ഡൗൺ ചെയ്ത് ഇറങ്ങുകയാണ്. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എൻട്രി എടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ അവിടെ നിന്നൊരു എൻട്രി എടുക്കാൻ കഴിഞ്ഞു. S2 താഴെ വന്നതിന് ശേഷം ചെറിയൊരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഒന്നുകൂടെ താഴെ വന്ന് പിന്നെ മുകളിലേക്ക് കയറി വീണ്ടും 16,880 തിരിച്ച് റെസിസ്റ്റൻസ് എടുത്ത് ഇറങ്ങി നല്ല രീതിയിൽ താഴോട്ട് പോയി. അതോടുകൂടെ അവിടെയും എക്സിറ്റ് ചെയ്തു. ഏകദേശം 12:30 അടുത്ത ലെവലിൽ നിന്ന് ക്ലോസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ലഭിച്ച അവസരം നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ലെവൽ 17,000 ക്രോസ് ചെയ്ത് കയറുകയാണെങ്കിൽ എടുക്കാമെന്ന് നമ്മൾ രാവിലെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത് നമുക്ക് തിരിച്ചു വന്നത് ഏകദേശം 3 മണിയോട് അടുത്തപ്പോഴാണ്. കാരണം ഞാൻ അപ്പോൾ പറയേണ്ടായി ഇത് ഇന്ന് ഏത് സമയത്ത് തിരിച്ചു കയറുകയാണെങ്കിലും നമുക്ക് അവിടെ എൻട്രി എടുക്കാമെന്ന്. ഈ ഒരു ലെവലായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ തിരിച്ച് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കയറിയപ്പോൾ നമുക്ക് എങ്ങനെയും രാവിലെ ആ ഒരു സിംഗിൾ ക്യാൻഡിൽ വീണില്ലേ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ടൈമില്ല. എങ്കിൽ കൂടെ ബ്രേക്ക് ചെയ്താൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് കരുതിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവൽ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോഴേക്കും മാർക്കറ്റ് ക്ലോസ് ആയി. എങ്കിൽ കൂടെ 1-2 പേര് ഈ ഒരു അവസരത്തിലും പ്രോഫിറ്റ് എടുക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല അവസരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഇത്തരം അവസരങ്ങൾ നമ്മൾ ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഇതേ രീതിയിൽ ടെക്നിക്കൽ അനാലിസിസും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെ നമുക്ക് സ്വയം കണ്ടെത്താമെന്ന് പഠിക്കുന്ന കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ റോബോട്ടിക് ട്രേഡിംഗ് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ റോബോട്ടിക് ട്രേഡിംഗ് ചെയ്യാം. പല ടൈപ്പിൽപ്പെട്ട ട്രേഡിംഗ് മേഖലകളുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിനും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.